ഇനി പശ്ചിമേഷ്യൻ യുദ്ധമോ ഗ്യാസ് പ്രതിസന്ധിയോ മൂലം ഈ മാവേലിക്കരക്കാരന്റെ അടുപ്പ് പുകയാതിരിക്കില്ല. ഗ്യാസിന് ക്ഷാമം വന്നാലും ഇലക്ട്രിക് അടുപ്പുകളെ ആശ്രയിക്കാതെ തന്നെ ശരത്തിന്റെ അടുക്കളയിൽ എല്ലാം പാകമാകും. എങ്ങനെയെന്നല്ലേ ഈ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. മോട്ടോർ ബൈക്ക് മെക്കാനിക്കായ ശരത്തിന്റെ തലയിൽ ഉദിച്ച ഒരു ചെറിയ ആശയം അതിന്ന് ആ കുടുംബത്തിനാകെ ആശ്വാസമാവുകയാണ്. ഗ്യാസിന് ക്ഷാമം നേരിട്ടപ്പോൾ പ്രതിവിധി തേടിയാണ് ശരത്ത് ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. യൂട്യൂബിന്റെ സഹായത്തോടെയാണെങ്കിലും പരീക്ഷണം വിജയിച്ചു. ഇന്ന് ഗ്യാസ് ലഭിച്ചില്ലെങ്കിലും ശരത്തിന്റെ അടുക്കളയിൽ എല്ലാം വേഗത്തിൽ തന്നെ പാകമാകും. എങ്ങനെയെന്നല്ലേ, ദേ ഈ കരിയോയിൽ അടുപ്പിലൂടെ. ഗ്യാസ് ഇല്ലാതെ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര പരിതാപകരമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം നമ്മളന്നേരം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഈ കരിയോൽ സ്റ്റൗവിനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പം അത് നമ്മളതിനെക്കുറിച്ച് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു. കുറേ പഠിച്ച് പിന്നെ ഓരോന്നോരോന്ന് കണ്ടു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ എൻ്റേതായ സ്വന്തം ഐഡിയയിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഐഡിയയിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സക്സസ് ആയി. പിന്നെ സെപ്പറേറ്റ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് മോട്ടറും അതിൻ്റെ ആക്സിലേറ്ററും മാത്രമുള്ള നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചത്. വെളിയിൽ നിന്ന് അല്ലാതെ വർക്ക്ഷോപ്പിൽ കിടന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 2 വീലർ മെക്കാനിക്കായ ശരത്ത് തൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ അടുപ്പിനായുള്ള സാമഗ്രികൾ കണ്ടെത്തി. ബൈക്കിൻ്റെ ഫ്രണ്ട് ഷോക്ക് ഓബ്സറാണ് അടുപ്പിൻ്റെ ഫ്രെയിം. ബൈക്കിൻ്റെ ഹാൻഡിൽ ബർണറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. വായു കടക്കുവാൻ ഇതിൽ സുഷിരങ്ങളിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അടുപ്പിൻ്റെ ഇരുവശത്തും ചതുരത്തിലുള്ള ഇരുമ്പ് പൈപ്പുകൾ. അതിൻ്റെ അറ്റത്ത് 12 വോൾട്ടിലുള്ള 2 ചെറിയ ഫാനുകൾ. അടുപ്പിലെ തീജ്വാല നിയന്ത്രിക്കാൻ റെഗുലേറ്റർ, ഒപ്പം ഫാൻ നിയന്ത്രിക്കാൻ 2 അഡാപ്റ്ററുകളും. മുകളിൽ തൂക്കിയിരിക്കുന്ന കുപ്പിയിൽ നിന്ന് ഡ്രിപ്പായി കരിയോയിൽ അടുപ്പിലേക്കെത്തും. ഇതിൻ്റെ അളവ് നിയന്ത്രിക്കാനും സംവിധാനമുണ്ട്. അങ്ങനെ അടുപ്പിലേക്കെത്തുന്ന കരിയോയിൽ ഒരു പുകയുമില്ലാതെ നല്ല മനോഹരമായി കത്തും. 1/2 ലിറ്റർ കരിയോയിൽ കൊണ്ട് ഒരു ദിവസം മുഴുവനും പാചകം ചെയ്യാമെന്ന് ശരത്ത് പറയുന്നു. വർക്ക്ഷോപ്പുള്ളതിനാൽ തന്നെ കരിയോയിലിന് ക്ഷാമവുമില്ല. അങ്ങനെ ഗ്യാസിന് ക്ഷാമം വന്നാലും ചിലവ് കുറഞ്ഞ രീതിയിൽ പാചകം സാധ്യമാകുമെന്ന് തെളിയിക്കുകയാണ് ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ ശരത്ത്. അമൃത ന്യൂസ്, ആലപ്പുഴ.